166.4 തിരുവനന്തപുരത്തോടും ആലപ്പുഴ ഷൊർണൂർ മംഗലാപുരം വഴി പോകുന്ന മൊബൈൽ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കും ബസ്സുകൾ. നമ്മള് ഒരു യാത്രയാണ് ഗൈസ്. എങ്ങോട്ടാണെന്നല്ലേ? ആദ്യമായി അമ്മ 2 കാലും കുത്തി കാസർഗോഡ് എത്തി. ടോയ്ലറ്റ് ഇല്ല. ബേക്കൽ ഫോർട്ടിലും വ്ളോഗാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അയ്യോ മക്കളത്തെ കൊടുത്തു അവര് പനിയാണ് ഗൈസ്. അപ്പം നമ്മളൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് ഡേ. എന്താണ് തെറ്റ്? ഇത് ഞാൻ പറയുന്നത് ഇത് മുട്ടക്കൊന്നേരെ തുടക്കമാണ്. എല്ലാ കണ്ടന്റ് ഇവൻ പറയുന്നത് ഇത് ബുട്ടബൊമ്മയാണ്. ഞാൻ ബുട്ടബൊമ്മയല്ല. ബുട്ടബൊമ്മയല്ലെന്ന്. 50 രൂപ വെച്ചാണ്. ഇവൻ ബുട്ടബൊമ്മ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ബാങ്ക് മൊത്തം അവൻ എഴുതിക്കൂടാ. അതാണ് നല്ലത്. ആനന്ദിന്റെ 50 രൂപ പോയി കിട്ടി. അങ്ങോട്ടുള്ള ബസ്സിക്ക് എത്തി. അത് കുഴപ്പമില്ല. അല്ലെങ്കിലും അവൻ തന്നെ എടുക്കണത്. പിന്നെ നമ്മൾ ഇത്രയും നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നു. ഇനി അടുത്ത് കോളേജിലേക്ക് പോകാനാണ്. ലാസ്റ്റ് ഫംഗ്ഷൻ, കോളേജിലെ ലാസ്റ്റ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ആനന്ദും രാധേവും കൂടെ നേരത്തെ എത്തി. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന് കുറച്ച് ലേറ്റായി പോയി. ബട്ട് സ്റ്റിൽ വി ആർ ഹെഡിങ്. സ്ഥലത്തെത്തി. നമ്മള് ഞാൻ ഇന്നാള് പറഞ്ഞ പോലെ ഈ നാട്ടിൽ ഇത് എന്താണ് പറയണതെന്ന് പറഞ്ഞൂടെ. തെരളിയാണോ ഇലയപ്പാണോ എന്തായാലും, അതും ചായ കോഫി. അത് മീന്, അതും ഉണ്ണിയപ്പൂ. ഇതാ ഇലക്കകത്തുള്ള ഉണ്ണിയപ്പവും കഴിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, വി ആർ ഹെഡിങ് ഫോർ സം ഷോപ്പിംഗ്. ഇന്നാണ് അവസാന ദിവസം കാസർഗോഡ്. അപ്പം കുറച്ച് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച് ഷോപ്പിങ്ങിന് പോവുകയാണ് ഗൈസ്. ഇതൊന്നും എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് കൊള്ളാം. സ്വരൂപിന് തൊപ്പി വാങ്ങിച്ചു കൊടുക്കാം. വേണ്ട കുപ്പിക്കേ ടേസ്റ്റ് ഉള്ളൂ. ഇതെടുത്താണ് എല്ലാം ഒരേ വേണം. എല്ലാം ഒരേ വേണം. ഓരോ ട്രൈ ചെയ്യാം. വേണ്ട, ഭ്രാന്താവും. വേറെ വെറൈറ്റി സാധനം ഉണ്ടോ? വേണ്ട, നമുക്ക് അവസാനം ഫോഗ് തന്നെ എടുക്കാൻ. എടുക്കാമോ? എടുക്കണം. അച്ഛനെ. അപ്പൊ ഞാൻ ഇതെടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ ഫോഗ്. നമുക്കിത് ഭരത്തിന് അഞ്ചു കൊടുത്താലേ? എന്തിന് 5 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാനോ? ഇതാർക്കടാ? ഇത് കൊള്ളാം, പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മണക്കമ്പോ അറിയാൻ കൊള്ളാമോ? ഐസ്ക്രീം എടാ. വാട്ടർ കാടാ? നീ എന്തായാലും പൊളിഞ്ഞു പറഞ്ഞോ? എനിക്ക് ഓർമ്മ പറഞ്ഞ പണ്ട് കേരളത്തിന് പോയപ്പോ ഇങ്ങോട്ട് ചത്ത് മതിയടാ, നമ്മള് മൊത്തം മണക്കടാ. ക്യാമറ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ വരുവാടാ. ഇത് കുറച്ച് കിക്കില്ല. അത് അടിക്കുമ്പോ കിക്കായിക്കോളും.
ഞാൻ പച്ചാളം ഭാസി നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പദ്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. നമ്മള് ഞാൻ സ്പ്രേ മാത്രമേ മേടിച്ചോളൂ. ആനന്ദത്തിൽ മേടിച്ച ആനന്ദ ഇവ എന്തോക്കെ സംഭവമൊക്കെ മേടിച്ച്. അത് ഇപ്പോഴല്ല, നേരത്തെ മേടിച്ച് വെച്ച്. അതാണ് അവയും കർച്ചീഫ് എന്തൊക്കെ മേടിച്ചു. ഇനി അടുത്ത ഏതെങ്കിലും കടയിൽ പോവാം. മാപ്പ് 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 എന്റെ കയ്യിൽ ബുക്കും പല തല സാധനങ്ങളുമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ എല്ലാം അടച്ചടാ. മാപ്പ് 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 കട അടച്ചേ. മാപ്പ് 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 മാപ്പ്. ഞാനടുത്ത് ഈ മാളിലേക്ക് കയറാനുള്ള വഴി ആരെങ്കിലും കാണിച്ചു തരുമോ? രാഹുലിന്റെ നേരെ പോയാ മതി. സ്റ്റെപ്പ് ഓക്കെ. ഇത് എല്ലാം അടച്ചടാ. എനിക്ക് ആ ബാഗ് വാങ്ങിക്കണേ. ഇന്നലെ ഇങ്ങനെയായിരുന്നു. ഹോട്ടൽ അന്വേഷിച്ച് രാഹുലിന് ഷൂ എടുക്കണമെന്നും പറഞ്ഞ് ഷൂ എടുക്കാൻ വന്ന കേസ്. വില കേട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തന്ത്രപ്പാടില്ലാണ്. കൊള്ളാം, നല്ല ആംബിയൻസ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എന്നും രാവിലെ വരുന്ന അതേ കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെജാണ് കഴിക്കുന്നത്. അപ്പോൾ വെജ് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാര്യം ഇന്നും കൂടെ ഉള്ളു കേസ് ഇവിടെ കാസർഗോഡ്. നാളെ രാവിലെ 3 മണിക്ക്, അത് രാവിലെ 3:50 ട്രെയിൻ. ഏത് രാംനഗർ ട്രെയിൻ്റെ പേരെന്തോ? രാംനഗർ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് കഴിക്കട്ടെ. ഇങ്ങനെ വെച്ചിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അതാണ് വിശപ്പ്. കാരണം അവിടെ ഫുഡില്ലായിരുന്നു. അപ്പം ലെറ്റ്സ് സീറ്റ്. ഞാനും രാഹുലും ചപ്പാത്തിയും കടലക്കറി, മസാല ദോശ, പൊറോട്ട. A few moments later. ഗൈസ്, ഇവിടുത്തെ മാമയും നമുക്ക് ഫ്രീ ആയിട്ട് ഇത് തന്നു ഗൈസ്. ഫയൽ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നു ഗൈസ് നമുക്ക്. എന്നിട്ട് നമുക്ക് ഒന്നുമില്ല, എത്രയോ ചോയ്സ്. ബസ്സിനെ പറ്റിച്ചല്ല, ബസ്സിനെ നമ്മളെ കുരിക്കുക പറഞ്ഞു തരായിരുന്നു. പക്ഷെ അതേസമയം ഇതേപോലെ നല്ല മനുഷ്യരും ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് നടന്നു പോകണം. ഞായറാഴ്ച ആയതുകൊണ്ട് കടയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നടന്നു പോകണമായിരുന്നു. പുള്ളി ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ സമാധാനത്തിന് മാമനെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അകത്തോട്ട് ആ കടയിലോട്ട് പോയി. ഇതാണ് കട ഗൈസ്. ഏത് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തല്ലേ? ഓപ്പോസിറ്റ്. The next morning. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം അടുത്ത ദിവസമാണ് ഇത്. രാവിലെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഹോട്ടലിൽ കുറച്ചുകൂടി നേരം നിന്നു. അപ്പോൾ കുറച്ചധികം ലേറ്റ്. 6 മണിക്കൂറെന്നാണ് ആദ്യം കാണിച്ചത്. പിന്നെ 6 മണിക്കൂർ ഡെഡ്പൂളിൻ്റെ ട്രെയിലാണ് സ്റ്റാറ്റസ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹോട്ടലിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഉറക്കം ഉറങ്ങി. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കേണ്ടി വന്നേനെ. എന്തായാലും കൊള്ളാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി എന്താണ്, ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് കാസർഗോഡിൽ നിന്നും നമ്മൾ വിട പറയുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഹോട്ടൽ താജ്. വി ആർ ലീവിങ് ഹോട്ടൽ താജ്. മിസ്സാവും. നിനക്കുണ്ടായ എക്സ്പീരിയൻസ് പറയൂ. വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലായിരുന്നു, അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ സർവീസ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് 4 ദിവസത്തിലോട്ട് വിളിച്ചിട്ട് പോയി. വേറെ സർവീസ് ഒന്നും കിട്ടിയില്ല. ശിവന്മാരെ പറഞ്ഞ് വിട്ട് കേസ് നമ്മളിട്ടിട്ടുണ്ട്. ഒരാട്ടയിലും കൂടെ കയറി വിട്ട്. അതിന് എന്തൊരു പാടാ. അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകട്ടെ. അവരെത്തിയിട്ട് ആ ആട്ട തിരിച്ചു വന്നിട്ട് നമ്മൾ പോകുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി ട്രെയിൻ എപ്പോൾ വരുമെന്ന് ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം എപ്പോൾ വരുമെന്ന്.
ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 06605 മംഗലാപുരത്തു നിന്നും നാഗർകോവിൽ വരെ പോകുന്ന കേരള സ്പെഷ്യൽ കൊല്ലം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയേ. गाड़ी नंबर 0605 मंगलूर से അനക്ക് ഓക്കെ അല്ലേ ബേ 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 പറഞ്ഞ ലാസ്റ്റ് അടിയോ പിന്നെ ഇത്രയും നേരം ബേ ബേന്ന് വിളിച്ചോണ്ട് നടന്നിട്ട് ഈ ബേ ബേ ഈ ബേ എന്താണെന്നാണോ നിങ്ങൾ നോക്കുന്നത്? മരണ്ട മരണ്ട ബേ 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 Guys, at last our train is coming from the അതാണ് ജസ്റ്റ് 6 മണിക്കൂറേ ലേറ്റ് ആയിട്ടുള്ളൂ. അതാണ് അതാണ് പ്രൈസ് കിട്ടിയെങ്കിൽ എന്റെ അഹങ്കാരമൊന്നുമില്ല, എപ്പോഴും ജയറാമിന്റെ എക്സ്പ്രഷൻ ആണ്. ഹിയർ ഇറ്റ് കംസ് ഗൈസ്. ആഫ്റ്റർ 6 hour 3:50 വരേണ്ട ട്രെയിനാണ്. ഇപ്പൊ എത്ര സമയം എത്രയാടാ? 7:45 ഗൈസ്. 3:50 വരേണ്ട ട്രെയിനാണ്. ആണ് നമ്മുടെ സീറ്റ്. ഇവിടെയും ഇവിടെയായിട്ടാണ് നമ്മുടെ സീറ്റ്. ട്രെയിനിൽ പോരാ ഗൈസ്, ഭയങ്കര സ്മെല്ലും ഭയങ്കര പ്രശ്നം ഗൈസ്. ട്രെയിനിൽ പോരാ ഗൈസ്, സുഖമില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്മെല്ല് ഗൈസ് ഇവിടെ. എന്തായാലും ട്രെയിൻ പിടിച്ചിട്ടില്ല, ഇതുവരെ ഫുഡ് പോലും കഴിച്ചില്ല, ഭയങ്കര വിശപ്പുണ്ട്. എന്ത് ചെയ്യുമോ നോക്കാം. വിശക്കല്ലേ ഒരാൾ വീഡിയോ എടുത്തെടുത്ത് ഉറങ്ങി എന്താന്ന് വീഡിയോ എടുത്തിടാ ഉറങ്ങണ. ഭയങ്കര ഉറക്കം എനിക്കധികം ഉറക്കവും പറഞ്ഞില്ല. കർണപ്പെടുക കഴിച്ചു. ഞാൻ ഒരു എഗ് ബിരിയാണി കഴിച്ചു. എല്ലാവരും എഗ് ബിരിയാണിയാണ് കഴിച്ചത്. എഗ് ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കം വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാരണം എല്ലാവരും ഉറങ്ങുന്നു, എനിക്ക് ഉറക്കം വന്നില്ല. ഇന്നലെ ഞാൻ 2 മണിക്കൂർ ഉറങ്ങി. ഇതിൽ ഉറങ്ങാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇനിയിപ്പം ഇവിടെ എറണാകുളത്ത് നിന്ന് ഇനി 8 മണിയാകുമ്പോൾ എത്തുമായിരിക്കും രാത്രി. സമയം എത്രയും സമയം 2 മണിയായെന്ന് തോന്നുന്നു. ജസ്റ്റ് പോസ്റ്റാണ്, ഭയങ്കര ചൂട് പോസ്റ്റാണ് ഇപ്പോൾ. ഗൈസ് അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്താൻ പോവുകയാണ്. അമ്പി ട്രിവാൻഡ്രം എത്തി റെഡി. നല്ല ബാക്കായിരുന്നു. ബാക്കി പറ പറയണ. ആർക്ക് പനി പിടിച്ച്? നിനക്കും പനി പിടിച്ച? നിനക്കെന്തൊരു ഗുരു അപ്പൊ നീ അഭിനയിച്ചല്ലേ? എങ്ങനെയുണ്ട് യാത്ര? ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ ഗൈസ്. വി ആർ ബാക്ക് ടു ട്രിവാൻഡ്രം. At last we reached our hometown, Thiruvananthapuram.
തിരുവനന്തപുരം. ആ ട്രിവാൻഡ്രത്തിൻ്റെ മണം സ്മെല്ല്. ഗൈസ് എല്ലാവരും പോയി, ഗൈസ് എല്ലാവരും പല വഴിക്ക് പോയി, ഞാനും വീട്ടിലേക്ക്. അപ്പോൾ ബാക്ക് ടു ട്രിവാൻഡ്രം. എല്ലാവരും ഈ വീഡിയോസൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. സെക്കൻഡ് ക്ലാസ് 10ാം ക്ലാസ്. ഇതിൽ AC ഇല്ലല്ലേ? ഇത് ജനറലാണോ? ഇതിന് ഡിഗ്രി ഇല്ല. അല്ല ഇതെല്ലാം OBC ആണ്.